ഹലോ ഗായ്സ്, ഞാനൊരു റിവ്യൂവർ ഒന്നുമല്ല. പക്ഷെ ഈ ഒരു പടത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയത്. നിങ്ങൾ ഏത് സൂപ്പർ സ്റ്റാറിന്റെ ഫാൻ ആണെങ്കിലും ശരി, ഈ ഒരു പടം കാണാതിരിക്കരുത്. അമ്മാതിരി ബെസ്റ്റാണ്. പടം കണ്ട് വരുന്ന വഴിക്ക് ചെങ്ങായി അറിയാണ്ട് റെക്കോർഡ് ചെയ്ത ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എടി ഞാനുണ്ടല്ലോ ഇതിന്റെ ട്രെയിലർ വന്നപ്പോ ഞാൻ വിചാരിച്ചു ആദ്യം ഫാമിലി പടം പോലെ എന്റെ ഇത്രയും കാലം ഷോപ്പിനൊന്നും വർക്ക് ചെയ്യാതെ ഇപ്പൊ പെട്ടെന്ന് എന്തിനാണ് ഈ പരിപാടി എന്നൊക്കെ വിചാരിച്ചു. പിന്നെ മോഹൻലാലിന്റെ അല്ലേ ഇപ്പൊ വലിയ പ്രതീക്ഷ കാര്യങ്ങളൊക്കെ. ഞാനും സത്യത്തില് ഇപ്പൊ ഫുള്ള് ഓന്റെ ഫ്ലോപ്പ് ആണല്ലോ. പക്ഷെ ഇവനങ്ങട്ട് നന്നായിട്ട് ഉപയോഗിച്ചാണ് അല്ലെ, അഭിനയം കാര്യങ്ങളും. അതും പോട്ടെ, മറ്റേ ട്രെയിലർ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ അതിനകത്ത് എന്തോ ഇട്ടിക്കണ് എന്നുള്ള സംഭവം. ട്രെയിലർ കണ്ടില്ലേ? കിട്ടും. പിന്നെ മറ്റേ ഈ പരിപാടി, അതായത് എന്തോ ഒരു സസ്പെൻസ് ഉള്ള പോലെ ഞാൻ വിചാരിച്ചാ അങ്ങനെ എന്താണ്. പക്ഷെ ഈ പടം ഇറങ്ങിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. വിളിച്ചില്ലേ? വിളിച്ച 2 ദിവസം മുന്നേ ബുക്കിംഗ് തുടങ്ങി. ഞാനും ശ്രദ്ധിച്ചേ. പിന്നെ ഇതിപ്പോ പടം വെച്ചല്ലെങ്കിലോ എന്ന് കരുതിയാണ് ബുക്ക് ചെയ്യാന്നതാ. ഞാൻ വിളിച്ചപ്പോഴാണ് ഇത് ഇറങ്ങിക്കണില്ലേ, എന്തായാലും പോകാം അങ്ങനെ. നല്ല രാവിലെ തന്നെ പള്ളിയിൽ നിന്ന് ഞാൻ വന്നപ്പോ വാട്സപ്പും ഇതൊക്കെ തന്നു. ഭയങ്കര റിപ്പോർട്ട്, നല്ല പടം, തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞു. അതില് ഒന്നും നോക്കില്ല. അപ്പം എനിക്ക് ഒരു പ്രതീക്ഷ ഞാൻ വെറുതെ സമയം കളയാന്ന് വെച്ചിട്ട്. ഓ മോനെ, നമ്മൾ ആ ഒരു മൈൻഡിൽ വന്നിട്ടാണ് അവിടെ ഇത് ചിലപ്പം നല്ല പടമായി തോന്നില്ലേ. അല്ലട, എന്നാലും ബാക്കിയുള്ള പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് പിന്നെ എനിക്ക് ഇതേപോലെ ഒരു ഇത് തോന്നിയിട്ടുള്ള പടമാണ് മറ്റേ കുഞ്ചാക്കോന്റെ പടം എന്തായിരുന്നു, മറ്റേ ഓഫീസർ ഓൺ ഡ്യൂട്ടിയോ? ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് പൊളി തന്നെയാണ്. അതും ഇതൊക്കെ ഒരു ഇതല്ലേ ലെവല്. കുറെ കാലം കഴിഞ്ഞാലും നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്ന സംഭവം. ഇത് മറ്റേ ദൃശ്യം ഇതൊക്കെ പോലെ. മറ്റേ ഇപ്പൊ പറഞ്ഞ ജിങ്കാന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രേമലു, അല്ലെങ്കിൽ ഈ പടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചുമ്മാ റണ്ണിങ്ങിലും ഒക്കെ കുറെ കാലം കഴിഞ്ഞ് കാണുമ്പോ വലിയൊരു ആ ഒരു ഇതൊന്നും തോന്നുന്നു എനിക്കൊന്നുമില്ല. ഇതൊക്കെ എക്കാലത്ത് എടുത്ത് കാണാൻ പറ്റുന്ന സംഭവം. ഇതൊക്കെയാണ് ശരിക്കും എല്ലാ ഭാഷകളിലോട്ട് ഇറക്കണ്ടില്ല. മറ്റേ എന്തായിരുന്നു എമ്പുരാൻ, ഇതൊന്നുമല്ലേ. ഞാൻ പറഞ്ഞ എമ്പുരാനെക്കാളും അടിപൊളിയാണ് ഇതിന്റെ ഫൈറ്റുകള്. അതാണ് ഞാൻ പറഞ്ഞ ഇട്ടാ വട്ടത്ത് അത്ര എമൗണ്ടും ചെലവില്ല. ഏത് രാജ്യത്തും പോയിട്ടില്ല. മറ്റേ പൃഥ്വിരാജിന് പല രാജ്യങ്ങൾ കാണാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചൊരു സംഭവം ഒക്കെ. അതാ ഞാൻ പറഞ്ഞത്. മറ്റേ ലാലേട്ടൻ മറ്റേ ആ മഴയത്ത് ആ നിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അപ്പൊ കുറച്ച് കിട്ട് രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കരുന്നു. എത്ര പ്രാവശ്യം രോമം എഴുന്നേറ്റ്. അത് കഴിഞ്ഞ ശേഷം മൂപ്പര് ഓരോ ഫ്രെയിമിൽ വരുമ്പോഴും ഇങ്ങനെ എനിക്ക് ഉള്ളിൽ ഇങ്ങനെ നമുക്ക് വലിയ ചാടി പരിചയമില്ലാത്തോണ്ടല്ലേ അവിടെ കിടന്ന് ഇളക്കണേ. മോനെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒന്നും എനിക്കധികം കിട്ടലുമില്ല. നമ്മളെപ്പോഴും ജഡ്ജ് ചെയ്യലല്ല. ഇതെത്തും എന്താണ് ഈ കാണിച്ചു കൂട്ടണം, എന്താണത്, അത് കൊള്ളൂല, ഇത് കൊള്ളൂല, മറ്റേ കൊള്ളില്ല, മറിച്ച് കൊള്ളൂല. നമ്മളെന്നെ റിവ്യൂ ചെയ്യില്ല തിയേറ്ററിലിരിക്കുമ്പോ. ഇത് മോനെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ മഴയത്തെ ആ സംഭവം. ആലോചിച്ചൊക്കെ മഴ വരാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ചെലവായിട്ടുണ്ടാവും. മഴ ഇല്ലാത്ത സമയത്താണ് ഷൂട്ട് ചെയ്തെങ്കിൽ. പിന്നെ ലൈറ്റ് ചെറുതായിട്ടൊന്ന് ലൈറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും. രാത്രി ഷൂട്ടും മോഹൻലാലും ഇത്രയുള്ളൊരു സംഭവം. മറ്റേത് പൃഥ്വിരാജ് എന്തൊക്കെ ചെയ്തിരിക്കണ എമ്പുരാനില് ഹെലികോപ്റ്റർ, വിമാനം, മറ്റത് മറിച്ച് അതും വേറെ റഷ്യയില് പോയി കണ്ട് കോട്ടിട്ട് കൊടുത്ത് കോട്ടിന് വരെ ചെലവിട്ട്. ഇതിന് മുണ്ടും മറ്റേ ഷർട്ടും മാത്രമേ ഉള്ളൂ. അമ്മാര് ഒന്നും പറയാനില്ല. അയാളെ പേരെന്താ ആ പോലീസിന്റെ? അതാണ് നോക്കിയേ, കാസ്റ്റ് അടിച്ചിട്ടൊന്നും അയാളെ പോര് വരുന്നില്ല. പപ്പുവിന്റെ മോൻ കറക്റ്റ് പപ്പു തന്നെ. ആ കണ്ണുകളിലും പപ്പും അഭിനയൊക്കെ നമ്മളെ പണ്ടത്തെ മറ്റേ ഷാജോണ്ട ലെവലിക്ക് എത്തിയിട്ടില്ലെങ്കിലും തുടരും പറഞ്ഞ പടം കണ്ടോ, സൂപ്പർ പടം കേട്ടോ. ഞമ്മളെ ദൃശ്യം ലെവലില്ലേ, ദൃശ്യം ലെവല് പടടോ. ക്ലൈമാക്സ് ഒക്കെ കാണാൻ ചെയ്യും. എന്താ പൊളിയാൻ കാര്യം. ഉച്ചക്ക് പള്ളിയിൽ ഞാൻ 2:30 രാവിലത്തെ റിപ്പോർട്ട് കണ്ടപ്പോ പറഞ്ഞതാ. കോരി തരിക്കുന്ന മോഹൻലാലിന്റെ സീനൊക്കെ. നമ്മളെ എമ്പുരാനൊക്കെ ഉണ്ടല്ലോ, എമ്പുരാനൊക്കെ മാറ്റിട്ട് വെക്കും ഫൈറ്റ് സീനൊക്കെ കണ്ട. എന്താ കഥ, എന്താ സ്റ്റോറി. നമ്മളെ അതേ സ്റ്റോറിയാണ് പടം. കഥ ഒന്നും പറയല്ലേ, ക്ലൈമാക്സ് വിളിക്കല്ലേ. ക്ലൈമാക്സ് പറയണോ? മാത്രം പറ. എന്നോട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വേണ്ട എടാ ക്ലൈമാക്സ് ഒന്നും പറയണ്ട. മാണെങ്കിൽ പോയി കണ്ടോ, ചെങ്ങായി മിസ്സാകരുത്. വേറെ ഏത് മറ്റേ പടം കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പോയി കണ്ടോ, മുതലാവും ചങ്ങായി. വേണമെങ്കിൽ മറ്റേ ഇത് മേടിച്ചോ, എന്തേലും മറ്റേ തിന്നുക പോപ്കോണും വേണമെങ്കിൽ മേടിച്ചോ, എന്നാലും എനിക്ക് മുതലാവും. എന്നോട് കഥ പറയണമെന്നുണ്ട്. പക്ഷെ
ഇതിന്റെ ആ സിനിമന്റെ ആ ഒരു ത്രില്ലാണ് പോകലോ എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുക. അടിപൊളി കഥയായി. അതിന്റെ ത്രില്ലർ ഉണ്ടല്ലോ, അതിന്റെ ചില സീനുകളൊക്കെ ഉണ്ട് വരുന്ന നമ്മളെ തലയിൽ കഞ്ചക്കും. എന്താണ് ഇത് ആലോചിച്ചാണ്ട് ആണെ പോയി കണ്ടോ. ശരി എന്നാ ഗ്രൂപ്പില് ഇത്രയും ദിവസം ഉണ്ടല്ലോ വർക്ക് ഇതായതുകൊണ്ടേ കിളി ഇങ്ങനെയല്ലേ ഇങ്ങനെ പറക്കും. ഈ ഒരാഴ്ച എനിക്ക് ഓഫീസിന്റെ ഉള്ളിൽ ഉറങ്ങി എണീക്കണ പോലെ തോന്നുന്നത്. ഭ്രാന്തെന്ന് പറഞ്ഞില്ല, ഇങ്ങനെ കിളി ഇങ്ങനെ പറക്ക. അതുകൊണ്ട് മാത്രമാണ് ഞാന് വർക്കിന്റെ ഇടങ്ങേറിൽ ഒന്ന് റിഫ്രഷ് ആകാലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വരാൻ നോക്കാം. ഞാൻ സമയം നോക്കിയില്ല. ഞാൻ ആകെ പറഞ്ഞെന്താ രാത്രി എനിക്ക് വർക്ക് ഉള്ളത് മാത്രം പറഞ്ഞേ. എനിക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് എടുക്കെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ള സെറ്റപ്പ്. പള്ളിക്കൊന്നില്ലെന്ന് പള്ളി കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പള്ളി കാണാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇതെന്താന്നോ തിയേറ്ററിൽ മുന്നിലാണെന്ന് കണ്ടപ്പോ നോക്കിയപ്പോ 2:20 എന്നാലും എത്തുമെന്ന് കരുതിയാണ് ബുക്ക് ചെയ്തതാണ്. കണ്ടിട്ടില്ലേ ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ. അല്ല ഇത് എന്റെ അഭിപ്രായം ഇങ്ങനത്തെ നമ്മളെ ക്ലൈമാക്സ് അറിഞ്ഞതിന് മുന്നേ തന്നെ കാണണം. ക്ലൈമാക്സ് അറിഞ്ഞു കണ്ടാൽ ഞാൻ രസമല്ല. പക്ഷെ വേറെ സംഭവം നമ്മള് ഒരാളെ കാണുമ്പോ ആ ഒരു ത്വര ഉണ്ടാക്കുക എന്നുള്ളതുണ്ടല്ലോ, അതൊരു വല്ലാത്ത പവറാണ്. അടിച്ചിനങ്ങനെ പല്ലിങ്ങനെ റുമ്പനി എന്താ അല്ല ഇയാളൊക്കെ കാലം കഴിഞ്ഞു എന്നൊക്കെ പറയണ വെറുതെയാണ്. ഇനിയുണ്ട് ഒരു കൊറേ കാലം ഇയാളൊക്കെ ഓടണം. സ്റ്റോറി നല്ല ഇതൊക്കെ വന്നാലേ ആപ്റ്റാണ് അറിയാം. ഇതൊക്കെ പാനിന്റെ ഇറങ്ങാണെങ്കിൽ എന്താ അടിപൊളിയായിരിക്കുമല്ലേ. ഹോട്ട്സ്റ്റാർ എടുത്തോണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പുറത്തെത്തും. സ്റ്റാർട്ടിങ്ങില് കാണിച്ചല്ലേ സോണി മ്യൂസിക് അല്ലേ ഫസ്റ്റ് കാണിച്ചു? അല്ല അതില് ഹോട്ട്സ്റ്റാർ കാണിച്ചു ഡിസ്ട്രിബ്യൂഷൻ. മറ്റേ ഇത് ഐ മീൻ സാറ്റലൈറ്റ് ഏഷ്യനെറ്റ് അല്ലേ. ഏഷ്യനെറ്റ് ആണെങ്കിൽ ഏഷ്യനെറ്റ് ആണ് എല്ലാം മോഹൻലാലിന്റെ എടുക്കണേ. എന്താലേ ഇത് കാണുമ്പോഴാണ് പൃഥ്വിരാജിന്റെ പടമൊക്കെ കണ്ടിട്ട്. അതാ ഞാനോട് പറഞ്ഞത്. അതില് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ റൂമിനുള്ളൊരു അടി ഉണ്ടല്ലോ. മനോനെ പെണ്ണുങ്ങളെ പറ്റി ഇവളെ പറ്റി പറയുമ്പോ ശോഭനെ പറ്റി കാലോണ്ടുള്ളൊരു അടി ഉണ്ടല്ലോ, പെട്ടെന്ന് കൊള്ളുന്നൊരു അടി. ആ ഇട്ടാവട്ടത്താണത്. ഒരു ക്യാമറ ടെക്നിക്ക് ഒരു കുന്തമില്ല. ഫുൾ എന്റെ മോനെ കഥ തന്നെയാണല്ലേ പവർ എന്ന് പറയുന്നത്. സിനിമന്റെ ഇതെന്ന് പറഞ്ഞാൽ കഥ തന്നെ. ഈ തരുൺമൂർത്തിയൊക്കെ ഏതാ ഡയറക്ഷൻ? എന്ന് തപ്പണനി ഞാൻ വിചാരിച്ച സത്യം കന്തികാരൻ. പക്ഷെ നന്നായിണ്ടോ, നല്ല അടിപൊളിയാണ്. പക്ക നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്താണ്. രാജാ മറ്റേ ഇത് വരുന്ന സീനൊക്കെ കണ്ടില്ലേ, അത് കണ്ട ക്യാമറ വിഷ്വല് അതുകൊണ്ട് എനിക്ക് കറക്റ്റ് മറ്റേ ഇൻസിഡന്റ് ഓർമ്മ വന്ന്. അത് എനിക്കത് ഭയങ്കര ഇതായി. അത് കാണണ്ടെന്നൊക്കെ തോന്നി എനിക്ക് കുറെ നേരം. പക്ഷെ എന്ത് അടിപൊളിയായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കണല്ലേ. ഇത് കണ്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് യൂട്യൂബ് ചാനൽ എല്ലാം തുടങ്ങിയിട്ട് കറക്റ്റ് റിവ്യൂ ഇട്ടല്ലോ. എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ നമ്മളെപ്പോഴും അതുകൊണ്ട് കാര്യമില്ല, നാട്ടുകാരും മറ്റവരൊക്കെ ചെറുപ്പത്തിൽ കരുതിയ സംഗതിയാണ് തിയേറ്ററിനൊക്കെ. അതായത് നമുക്ക് ഇത് നല്ലൊരു ഒരു ഇങ്ങനെ വീഡിയോ ഇട്ട് കണ്ടിട്ട് കഴിഞ്ഞാല് ക്ലിക്ക് ആവുന്നുള്ളത്. പക്ഷെ ഇത് കണ്ടപ്പോഴേ എന്തായാലും ആൾക്കാർ കാണണം, എത്തിക്കണം എന്നൊക്കെ തോന്നൂലേ നമുക്ക്. അമ്മാര് ഞാൻ അങ്ങനെ ആർക്കും പടം ഒന്നും റെക്കമെൻഡ് ചെയ്യൊന്നുമില്ല. അല്ലാതെ വേറെ ആരുടെ അടുത്ത് അങ്ങനെ പറയലൊന്നുമില്ല. പോയി കാണാൻ അങ്ങനെ ഭയങ്കര കുറവാത്. ഞാൻ പറയുന്നുണ്ട്, ഞാൻ ചില നല്ല പടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയും ഇങ്ങനെ സൂപ്പർ പടമാണ്. അല്ല അങ്ങനെ നല്ല പടം അത്ര അടിപൊളിയായിട്ടൊന്നും തോന്നല്ല. അതാണ് മെയിൻ ആയിട്ട്. പക്ഷെ നമ്മളാദ്യം വിശ്വസിച്ച എന്താ മറ്റേ ചങ്ങായിന്റെ കാണിച്ചു ഇതാക്കി എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ തന്നെ സത്യം അതാണെന്ന് കരുതിയില്ലേ. ആ ചങ്ങായി ഉണ്ടാക്കിയതിലൊക്കെ പറയണേ പോലീസുകാരെ പറഞ്ഞിട്ടില്ലേ കുറച്ച് പോയിന്റ്സ് അവര് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അങ്ങോട്ട് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ അത് തന്നെ കറക്റ്റ് ആയിട്ട് ആ പോലീസുകാരൻ ഏതല്ലേ ഇൻസ്പെക്ടർ. പണ്ട് എനിക്ക് ഓർമ്മ ഈ NFR കേസ് മുമ്പിലൊക്കെ അഭിനയിക്കണ ആ ഒരു റോള്, ആ ഒരു വില്ലന്മാരെ സ്റ്റൈൽ ഉണ്ടല്ലോ. അതായത് മോഹൻലാലിന്റെ ഒപ്പം കട്ടക്ക് ഞാൻ പറയാ എമ്പുരാനില് അയാളെ കൊണ്ട് ആ ഹിന്ദിക്കാരെ കൊണ്ട് വെച്ചിട്ട് ഒരു കുന്തൊരു ഫീല് നമുക്ക് തോന്നിയിട്ടില്ലല്ലോ. അയാൾ ഉണ്ടെന്ന് പോലും തോന്നിയിട്ടില്ല. പക്ഷെ ഇയാളുണ്ടല്ലോ, ഇയാളാണ് പിന്നെ കൊണ്ടുപോണത്, കഥ കൊണ്ടുപോണത്. അതാണ് വില്ലന്മാര് കഥ കൊണ്ടുപോകാന്നൊക്കെ. ആ വില്ലനൊരു സല്യൂട്ട് തന്നെ അടിക്കണം അല്ലേ. ഞാൻ കയറൊന്നുമില്ല.